നമ്മൾ നേരത്തെ കൊച്ചിയിലെ തീപിടുത്തം കണ്ടു. ഹൈക്കോടതിക്ക് സമീപത്തുള്ള കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. നാവികസേനയുടെ ഫ്ളാറ്റിലാണ് തീപിടുത്തം നടന്നിരിക്കുന്നത്. അഗ്നിശമന സേന യൂണിറ്റ് അവിടെ എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അരുൺ ശങ്കർ ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അരുൺ, അവിടേക്ക് സംഭവ സ്ഥലത്തേക്ക് എത്തുമ്പോൾ നേരിട്ട് കാണുമ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ നിലവിലത്തെ സ്ഥിതി? തീ എന്തായാലും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. 11 നിലകളുള്ള ഫ്ളാറ്റിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല. ഈ നിലകളിൽ മുഴുവനും താമസക്കാരില്ലെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. താഴത്തെ 2 നിലയിൽ മാത്രമേ താമസക്കാരുള്ളൂ. അപ്പോൾ മുകളിൽ എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമായി വന്നത് എന്നത് പരിശോധനകൾക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. നേരത്തെ വലിയ രീതിയിൽ തീയും പുകയും ഒക്കെ ഉയരുന്നുണ്ടായിരുന്നു. നമുക്ക് ആദ്യം ലഭിച്ച ദൃശ്യങ്ങളിൽ അതിവ്യക്തമായിരുന്നു. വലിയ രീതിയിലുള്ളൊരു തീപിടുത്തമായിരുന്നു. എന്തായാലും സംയോജിതമായിട്ട് ഫയർഫോഴ്സ് അല്ലെങ്കിൽ അഗ്നിശമന സേനാ വിഭാഗം എത്തി കൃത്യമായി ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ചെറിയ രീതിയിൽ പുക മാത്രമാണ് ഉയരുന്നത്. നേരത്തെ ലഭിച്ച ദൃശ്യങ്ങളിൽ ശക്തമായ തീ കത്തുന്നതായിട്ട് കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് പുക മാത്രമാണ്, അതായത് തീ നിയന്ത്രണ വിധേയമാക്കി എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. തീയുടെ എന്തെങ്കിലും അംശങ്ങളുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും കെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അഗ്നിശമന സേനാ ഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നാവികസേനയുടെ ഫ്ളാറ്റാണ് ഇതെന്ന് പറയുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഏറ്റവും താഴത്തെ 2 നിലയിൽ മാത്രമേ താമസക്കാരുള്ളൂ. മുകളിലേക്ക് താമസക്കാരില്ല. അത് ഒഴിച്ചിട്ടേക്കുകയാണ് എന്നാണ്. വലിയ പഴക്കമുള്ള ഫ്ളാറ്റ് കൂടിയാണ്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, വലിയ പഴക്കമുള്ള ഫ്ളാറ്റ് കൂടിയാണ്. അപ്പോൾ എന്താണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നത് ഇപ്പോൾ വ്യക്തമല്ല. ഇത് സംബന്ധിച്ചുള്ള പരിശോധന അഗ്നിശമന സേനാ വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ശരി, എന്തായാലും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിരിക്കുന്നു എന്നുള്ളതാണ് അരുൺ റിപ്പോർട്ട് ചെയ്യുന്ന വിവരം. നാവികസേനയുടെ ഫ്ളാറ്റിലാണ് തീപിടുത്തമുണ്ടായത്. അവിടെ ഇപ്പോഴും നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോഴും അവിടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ട്. ഇനി എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. കൊച്ചി ഹൈക്കോടതിക്ക്, അതായത് നമ്മുടെ കേരള ഹൈക്കോടതിക്ക് സമീപത്തുള്ള കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായത്.